എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പം +2 കഴിഞ്ഞ് ACCA ചെയ്യുക എന്നുള്ളത് പലരുടെയും ഡ്രീം ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഒരു സംഭവമാണ് ACCA വിത്ത് എക്സംഷൻ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് മൊത്തം 13 പേപ്പേഴ്സ് ആയിരിക്കും ACCA ഉണ്ടാവുക. അതിൽ 9 പേപ്പറാണ് എക്സംഷൻ ഉള്ളത് എന്നുള്ള സംഭവമൊക്കെ അറിയാം അല്ലേ. അപ്പം ഈ 9 പേപ്പേഴ്സ് എക്സംഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ജോലി കിട്ടുമോ, അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ACCA മെമ്പറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചാലോ? യെസ്. അപ്പോൾ ഇന്ന് നമുക്കുള്ളത് മിസ് നയോമിയാണ്, നമ്മുടെ IIIയുടെ ACCA അക്കാഡമിക് ഹെഡാണ് ആൻഡ് ഒരു ACCA മെമ്പർ കൂടിയാണ്. അപ്പോൾ വെൽക്കം. അപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടന്നാലോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ACCA? So ACCA എന്ന് പറയുന്നത് ACCA is an international professional qualification which is recognized in over 180 plus countries. Basically ACCA എന്ന് പറയുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സാണ് which is globally recognized. നമുക്ക് ഇപ്പം പല കോഴ്സസും ഓരോ കൺട്രീസിനും അതിൻ്റേതായ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ഉണ്ട്. പക്ഷേ ACCA എന്ന് പറയുന്നത് ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സാണ്. സോ വെൻ ഇറ്റ് കംസ് ടു ദ റെലവൻസ് ഓഫ് ACCA എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാസ്റ്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്കുള്ളത്. സോ പല MNCസിലും നമുക്ക് ജോബ് റിക്വയർമെൻറ്റ്സ് വരുന്നത് ഒരു ഓഡിറ്ററായിട്ട്, അല്ലെങ്കിൽ റിസ്കിൽ, കൺസൾട്ടിങ്ങിൽ, ടാക്സിൽ, അങ്ങനെ മൾട്ടിപ്പിൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ACCക്ക് വരുന്നത്. ആൻഡ് മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്ന കമ്പനീസ് എല്ലാ കൺട്രീസിലുള്ള കമ്പനീസാണ്. അപ്പോൾ അവിടെ നമുക്ക് ACCA പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അവിടെ ആവശ്യമുള്ളത്. ബിക്കോസ് അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ലോസ് ആൻഡ് റെഗുലേഷനാണ്. നമ്മുടെ IIII കൊച്ചി ക്യാമ്പസിൽ ACCA അഫിലിയേറ്റ്സിന് വേണ്ടി അവസാനമായി നടന്ന പ്ലേസ്മെൻറ്റ് ഡ്രൈവിൽ വരെ UAE ബേസ്ഡ് ആയ കമ്പനിയാണ് റിക്രൂട്ടിങ്ങിന് വന്നിരുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് അതിൽ പങ്കെടുത്തിരുന്നു. ACCA ഈസ് ഫോളോയിങ് ഇൻ്റർനാഷണൽ ലോസ് ആൻഡ് റെഗുലേഷൻ, IFRSും IASും പോലുള്ള ഇൻ്റർനാഷണൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ACCA ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൾട്ടിനാഷണൽ കമ്പനീസിലെല്ലാം ACCA ഒരു സ്റ്റുഡൻറ്റിൽ ACCA അഫിലിയേറ്റ് അല്ലെങ്കിൽ മെമ്പറിന് ഭയങ്കര റിലവൻസ് ആണുള്ളത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഈ എക്സംഷൻ റൂട്ട് എന്ന് പറയുന്നത്? സോ ACCക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 13 പേപ്പേഴ്സ് ആണുള്ളത്. ട്രഡീഷണലി നമ്മൾ 12th കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡൻറ്റ് എല്ലാ പേപ്പേഴ്സും പേപ്പർ വൈസ് ആയിട്ട് എഴുതി പാസ്സാണ്. അതല്ല, ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് 4 to 5 പേപ്പേഴ്സ് വരെ എക്സിംപ്റ്റഡ് ആയിട്ട് കിട്ടും. എക്സിംപ്റ്റഡ് ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ ആ പേപ്പേഴ്സിൻ്റെ എക്സാം നമ്മൾ എഴുതണ്ട, ബാക്കി റിമൈനിങ് ആയിട്ടുള്ള പേപ്പേഴ്സിൻ്റെ എക്സാം മാത്രം എഴുതിയാൽ മതി. അതല്ലാതെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന വേറെയും കോഴ്സസ് ഉണ്ട്. BCom + ACCA, BCom ഇൻ്റർനാഷണൽ ഫൈനാൻസ് + ACCA എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അങ്ങനത്തെ കോഴ്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അപ് ടു 9 പേപ്പേഴ്സ് വരെ എക്സംഷൻ കിട്ടും. ഇപ്പോൾ ACCയിൽ ഈ മൊത്തം 13 പേപ്പേഴ്സിൽ 9 പേപ്പർ എക്സംഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി 4 പേപ്പേഴ്സ് എഴുതിയാൽ മതിയല്ലോ. അപ്പം എന്തുകൊണ്ടാണ് ACCA ഇങ്ങനെ ഒരു ഓപ്ഷൻ കുട്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? ദ റീസൺ വൈ ഈ എക്സംഷൻ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ BComൽ ACCയിൽ വരുന്ന പേപ്പേഴ്സ് തന്നെയാണ് പഠിക്കുന്നത്. ACCയിൽ നമുക്ക് എക്സംഷൻ കിട്ടുന്ന പേപ്പേഴ്സ് എല്ലാം തന്നെ നമ്മൾ BComൽ പഠിക്കുന്നുണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ FA വരുന്നുണ്ട്, MA വരുന്നുണ്ട്, BT, എല്ലാ പേപ്പറും നമ്മൾ എക്സംഷൻ കിട്ടുന്ന പേപ്പറും വരുന്നുണ്ട്. P-ലെവൽസിൽ വരുന്ന നമ്മൾ എഴുതേണ്ട പേപ്പറും നമുക്ക് BComൽ വരുന്നുണ്ട്. അപ്പം ആ സെയിം കണ്ടന്റ് നമ്മൾ പഠിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ എക്സംഷൻസ് കിട്ടുന്നത്. ഇപ്പോൾ സ്റ്റുഡൻസിന് മുമ്പ് 2 ഓപ്ഷനാണുള്ളത് അല്ലേ. അതായത് 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എഴുതാം, അതേപോലെ 9 പേപ്പർ എക്സംഷൻ എന്നൊരു ഓപ്ഷനും ഉണ്ട്. അപ്പം ഏതായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് അപ് ടു ദം. ബട്ട് ഞാൻ ഇതിന് രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് പറയാം. ഇപ്പം ACCA + BCom ആണ് ഇപ്പം എക്സിംഷൻ റൂട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ്നെസ്. നമുക്കറിയാം ACCA ഇപ്പം നമ്മൾ എല്ലാ പേപ്പറും ഓരോ പേപ്പർ വൈസ് ആയിട്ട് എഴുതിയെടുക്കുകയാണെങ്കിൽ എക്സാം ഫീസ് വരുന്നുണ്ട്. അപ്പോൾ വെൻ കംസ് ടു ഒരു ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ ആ എക്സാം ഫീസ് അടയ്ക്കുന്നില്ല. ഈവൻ ദോ നമ്മളൊരു എക്സിംഷൻ ഫീസ് അടയ്ക്കുന്നുണ്ട്, എന്നാലും ആ എക്സാം ഫീസ് ഓരോ പേപ്പറും നമ്മൾ അടയ്ക്കേണ്ടി വരുന്നില്ല. അപ്പോൾ അങ്ങനെ കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഡുവൽ ക്വാളിഫിക്കേഷൻ കിട്ടുവാണ്. സോ വി ഓൾ നോ ദാറ്റ് ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രിയിൽ ഈ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷനാണ്. ഡിഗ്രിയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊരു 3 years നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഡുവൽ ക്വാളിഫിക്കേഷനാണ് കിട്ടുന്നത്. നമുക്ക് ACCയും കിട്ടും, അതുപോലെ തന്നെ BCom എന്ന് പറയുന്ന ഒരു ഡിഗ്രിയും കിട്ടും. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ഇഫ് യു ചൂസിങ് ട്രഡീഷണൽ റൂട്ട്, അതായത് 13 പേപ്പേഴ്സും എഴുതി ACCA കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്കറിയാം ACCക്ക് 3 ലെവൽസ് ആണുള്ളത്: നോളജ് ലെവൽ, സ്കിൽ ലെവൽ ആൻഡ് പ്രൊഫഷണൽ ലെവൽ. സോ ഒരു സ്റ്റുഡൻറ്റ് നോളജ് ലെവലും സ്കിൽ ലെവലും കംപ്ലീറ്റ് ചെയ്താൽ പാർട്ട് ക്വാളിഫൈഡ് ആവും. അപ്പോൾ നമ്മൾ ട്രഡീഷണലി ആണ് ഇത് എഴുതുന്നെങ്കിൽ പാർട്ട് ക്വാളിഫൈഡ് ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ജോലിക്ക് കയറാം. അപ്പോൾ ആ ജോലിയോട് കൂടെ തന്നെ നമുക്ക് P-ലെവൽസ് എഴുതി ACCA കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ട്രഡീഷണൽ റൂട്ടിലുണ്ട്. പക്ഷേ ഇൻറ്റഗ്രേറ്റഡ് റൂട്ടാണ് അല്ലെങ്കിൽ എക്സിംഷൻ റൂട്ടാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഇല്ല. ഈ 3 years കഴിഞ്ഞ് നമ്മൾ ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ജോലിക്ക് കയറുക. പിന്നെ അതുപോലെ തന്നെ ട്രഡീഷണൽ റൂട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ദർ ആർ ലോട്ട് ഓഫ് സ്റ്റുഡൻസ്. അവർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ഒരു 2
ഇയേഴ്സിനുള്ളിൽ തന്നെ കോഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു ട്രഡീഷണൽ റൂട്ടായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക. സോ ഇൻ ഷോർട്ട്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു ഡുവൽ ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഗോ ഫോർ ACCA + BCom അല്ലെങ്കിൽ ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സ്. അതല്ല, ഒരു ഷോർട്ട് ടൈം സ്പാനിൽ ACCA കംപ്ലീറ്റ് ചെയ്ത് ജോലി കയറാൻ അല്ലെങ്കിൽ പാർട്ട് ക്വാളിഫൈഡ് ആയിട്ട് ജോലിക്ക് കയറാനാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ACCA ചെയ്യുന്നതായിരിക്കും നല്ലത്. ബേസിക്കലി ACCA എന്ന് പറയുന്നത് ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് ആണല്ലോ. അപ്പോൾ ഈ കൊമേഴ്സ് സ്റ്റുഡൻറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു സയൻസ് സ്റ്റുഡൻറ്റിന് ഇത് കമ്പാരിറ്റീവ്ലി ടഫ് ആവുമോ? ഒരിക്കലും ഇല്ല. ACCA എന്ന കോഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഫ്രം ദ ബേസ് അല്ലെങ്കിൽ ഫ്രം ദ സ്ക്രാച്ച് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം ഇപ്പം നോളജ് ലെവൽ, സ്കിൽ ലെവൽ, പ്രൊഫഷണൽ ലെവലാണ്. ഈ നോളജ് ലെവൽ എന്ന് പറയുന്നത് ബേസിക്സ് ആണ്. ഇപ്പം അക്കൗണ്ടൻസി എന്താണ്, ഈ ഡെബിറ്റ് ക്രെഡിറ്റ് എന്താണെന്ന് അറിയാത്ത ഒരു സ്റ്റുഡൻറ്റിനെ പോലും ഫ്രം ദ ബേസിക്സ് നമുക്ക് ACCA അത് പഠിപ്പിച്ച് അങ്ങനെയാണ് ആ ACCയുടെ ഒരു കരിക്കുലം പോകുന്നത്. ഇവിടെ ട്രിപ്പിളിലാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സയൻസ് സ്റ്റുഡൻസ് ഉണ്ട്, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ക്വാളിഫൈ ആയവരുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറേ പേരുണ്ട് സയൻസിൽ നിന്ന് വന്നിട്ട് കൊമേഴ്സിൽ നിന്ന് വന്നവരെക്കാട്ടിലും കൂടുതൽ മാർക്സ് മേടിച്ച് റാങ്ക് മേടിച്ചവരവരെയൊക്കെ എനിക്കറിയാം. ഒരു 9 പേപ്പർ എക്സംഷൻ കിട്ടിയ ഒരാളും അതേപോലെ ഒരു 13 പേപ്പർ കംപ്ലീറ്റ് ആക്കിയ ഒരാളും രണ്ടുപേരും കൂടെ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോയെന്ന് വിചാരിക്കുക. അപ്പം ആർക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കിട്ടുക? ഇപ്പം 9 പേപ്പർ എക്സംഷൻ കിട്ടിയത് കൊണ്ട് അദ്ദേഹത്തിന് ലെസ് പ്രിഫറൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? വൺസ് യു കംപ്ലീറ്റ് ACCA, there is no difference. സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്ന 9 പേപ്പർ എക്സിബിഷന് കൂടെ ആണെങ്കിലും അല്ലാതെ റെഗുലറായിട്ട് 13 പേപ്പേഴ്സ് എഴുതി കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് ഫൈനൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് ഒരു ഡിഫറൻസും ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ നമുക്കൊരു പ്രിഫറൻസ് ചോയ്സ് ഒന്നും അവിടെ വരാൻ പോകുന്നില്ല. സോ ഹൂ പെർഫോംസ് ഗുഡ് അറ്റ് ദി ഇൻ്റർവ്യൂ അവരെ ആയിരിക്കും അവർ ചൂസ് ചെയ്യുക. അല്ലാതെ എക്സംഷൻ റൂട്ട് ആയതുകൊണ്ട് നമുക്ക് പ്രിഫറൻസ് കുറവ് കിട്ടുക അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഓൾറെഡി അറിയണ കാര്യമാണ്, ബട്ട് കുട്ടികൾക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. നയോമി എങ്ങനെയാണ് 13 പേപ്പേഴ്സ് ആണോ എഴുതിയത്, അതോ എക്സംഷനോട് കൂടിയാണോ വന്നത്? എവിടെയാണ് ആദ്യം പ്ലേസ്ഡ് ആയത്? ഞാൻ ഇൻറ്റഗ്രേറ്റഡ് റൂട്ടായിരുന്നു. ഞാൻ എക്സിബിഷൻ ത്രൂ ആണ് ACCA ക്വാളിഫൈ ആയത്. 4 പേപ്പേഴ്സ് മാത്രം എഴുതിയാണ് ACCA ക്വാളിഫൈ ആയത്. ഞാൻ 2019 ക്വാളിഫൈ ആവുന്നത് ആൻഡ് ഫസ്റ്റ് പ്ലേസ്ഡ് ആവുന്നത് EYലാണ്. സോ കൊറോണയ്ക്ക് മുന്നേ ആണ് എൻ്റെ ഇൻ്റർവ്യൂക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ EY തന്നെയായിരുന്നു. അപ്പോൾ ആദ്യ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് ഒരു 700+ കാൻഡിഡേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ദർ ആർ ലൈക്ക് 5 റൗണ്ട്സ്. അപ്പോൾ അതിൽ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ഹു കെയിം അവർ റെഗുലറായിട്ട് 13 പേപ്പേഴ്സും എഴുതി കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു. കാരണം ഈ എക്സിബിഷൻ റൂട്ട് അന്നേരം അത്ര ആൾക്കാർക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരുന്നില്ല. അപ്പോൾ അതിൽ ഐ ഗോട്ട് പ്ലേസ്ഡ്. സോ ഈ ACCA റെഗുലർ റൂട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് റൂട്ട് ചെയ്യുന്നതോ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇല്ല. നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്താൽ വിൽ ഗെറ്റ് പ്ലേസ്ഡ്. ഓക്കെ. അപ്പോൾ ഈ 13 പേപ്പേഴ്സിൽ 9 പേപ്പേഴ്സ് എക്സംഷൻ എന്ന് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു സംഭവമാണ് 9 പേപ്പേഴ്സ് പഠിക്കണ്ട, അത്രേ എഴുതണ്ടല്ലോ, ഭാഗ്യം എന്നാണ് അവർ കരുതുന്നത്. പക്ഷെ പേരൻസിന് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഈ 9 പേപ്പേഴ്സ് എഴുതാതെ 4 പേപ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ അവൻ പാസ്സാവോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സി, ജസ്റ്റ് ബിക്കോസ് യു ആർ ഗെറ്റിംഗ് എക്സിബിഷൻ ഡസൻ മീൻ ദാറ്റ് യു ആർ നോട്ട് സ്റ്റഡിങ് ദ പേപ്പേഴ്സ്. നമുക്ക് എക്സിബിഷൻ കിട്ടിയാലും നമ്മൾ ഈ പേപ്പേഴ്സ് എല്ലാം തന്നെ പഠിക്കുന്നുണ്ട്. ഈവൻ BComലാണെങ്കിലും നമ്മൾ ഈ പേപ്പേഴ്സ് എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഇൻ ട്രിപ്പിളൈയുടെ കേസിലാണെങ്കിൽ നമുക്ക് ഈ ഓരോ പേപ്പേഴ്സും നമ്മൾ ACCയുടെ പേപ്പേഴ്സ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോൾ ACCയ്ക്ക് വരുന്ന സെയിം എക്സാം പാറ്റേണിൽ നമ്മളിവിടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ACCയ്ക്ക് എക്സാം ഫീസ് അടച്ച് എക്സാം എഴുതുന്നില്ല, പക്ഷേ ട്രിപ്പിളൈ വിൽ ബി കണ്ടക്ടിങ് ഫൈനൽ എക്സാംസ്. എങ്ങനെയാണോ ACCയിൽ നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന ആ സെയിം പാറ്റേണിൽ നമ്മളിവിടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ACCയ്ക്ക് നമുക്ക് 100ൽ 50 മാർക്സ് ആണ് വേണ്ടത്. ഇവിടെയും നിങ്ങൾക്ക് അത് 50 മാർക്സ് മേടിച്ചാൽ മാത്രമാണ് നിങ്ങൾ പാസ്സാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ റീസിറ്റ് എഴുതണം, എന്നാൽ മാത്രമാണ് അടുത്ത പേപ്പറിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടുന്ന പേപ്പേഴ്സിന് നോളജ് ഉണ്ടെന്ന് വി മേക്ക് ഷുവർ. അപ്പോൾ ആ നോളജ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നില്ല, ആ നോളജ് ഗെയിൻ ചെയ്തിട്ടാണ് നിങ്ങൾ P ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ +2 കഴിഞ്ഞൊരു കുട്ടിക്ക് ACCയ്ക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് നമ്മുടെ നോളജ് ലെവലിലെ 3 പേപ്പേഴ്സ് മാത്രമായിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ, അതോ F1 തൊട്ട് P ലെവൽ വരെയുള്ളത് വേണോ, അങ്ങനെ എടുക്കണോ? എങ്ങനെയായിരിക്കും എടുക്കേണ്ടത് വരിക? ഇൻ ട്രിപ്പിളൈ വി ഹാവ് സെവറൽ ഓപ്ഷൻസ്. നമുക്കിപ്പോൾ നോളജ് ലെവൽ മാത്രം മതിയെങ്കിൽ അങ്ങനെ നോളജ് ലെവൽ മാത്രം ആ 3 പേപ്പേഴ്സ് മാത്രം എടുക്കാം. അതല്ല ഫുൾ പേപ്പേഴ്സ് F1 to P ലെവൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ BCom + ACCA എന്നുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് കാണുന്ന പല കുട്ടികൾക്കും ഉണ്ടായിരുന്ന ഡൗട്ടാണ്, ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും. എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എന്നെക്കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടുമോ എന്നൊരു ഡൗട്ട് അവർക്കുണ്ടായിരിക്കും. അപ്പം ACCA എന്ന് പറയുന്ന ഒരു ചലഞ്ചിങ് കോഴ്സ് തന്നെയാണ്. അപ്പം വാട്ട് മേക്സ് ACCA ചലഞ്ചിങ് കോഴ്സ് ആൻഡ് നമ്മൾ ഇങ്ങനെ അത് ഓവർകം ചെയ്യും എന്നുള്ളതൊന്ന് പറയുമോ? ACCA എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. അപ്പം അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ACCയ്ക്ക് ഉണ്ട്. അപ്പം റെഗുലർ ഒരു ഡിഗ്രി പോലെ അല്ല ACCA എന്ന് പറയുന്ന കോഴ്സ്. വാട്ട് മേക്സ് ACCA ചലഞ്ചിങ് ഇസ് ദാറ്റ് ACCയിൽ നമ്മൾ
നോളജ് മാത്രം പോരാ നമുക്ക്. ഇപ്പം ബാക്കിയുള്ള കോഴ്സിലൊക്കെ ഇപ്പം റെഗുലർ ആയിട്ട് ഞാൻ പറഞ്ഞ ഡിഗ്രി പോലുള്ള കോഴ്സിലൊക്കെ നമ്മൾ പഠിച്ചത് അതുപോലെ ചോദിക്കുക. അതായത് ക്വസ്റ്റ്യൻസ് വരുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്താണ് ഇത് ഡെഫിനിഷൻ, അതൊക്കെ ആയിരിക്കും നമുക്ക് അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. പക്ഷേ വെൻ കംസ് ടു ACCA ഇവിടെ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ എന്താണ് പഠിച്ചത് അതെങ്ങനെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുമെന്നാണ് ECCയിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോർപ്പറേറ്റ്സിൽ പോകുമ്പോഴത്തേക്കിനും ഈ നമ്മൾ പഠിച്ചത് അവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ACCയിൽ നമ്മൾ പാസ്സാവില്ല. ഇതിപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ACCA ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുവാണെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ 100% എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ ACCA പാസ്സാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോളജ് മാത്രം പോരാ ACCA പാസ്സാവാനായിട്ട്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. നമ്മളത് പ്രാക്ടീസ് ചെയ്ത് മാത്രമാണ് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ആർക്ക് വേണമെങ്കിലും ബൈ ഹാർട്ട് ചെയ്യാം, പക്ഷേ ബൈ ഹാർട്ട് ചെയ്തത് കൊണ്ട് കാര്യമില്ല. ഹൗ ടു അപ്ലൈ ദാറ്റ്, നമ്മൾ പഠിച്ച കാര്യം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാണെങ്കിൽ പ്രാക്ടീസ് കൂടെ മാത്രമാണ് അത് സാധിക്കത്തുള്ളൂ. സോ ട്രിപ്ലൈലാണെങ്കിൽ നമുക്കിവിടെ മെൻറ്റർഷിപ്പ് സെഷൻസ് ഉണ്ട്. ഓരോ പേപ്പറും നമുക്ക് ഫാക്കൽറ്റി പഠിപ്പിക്കുന്നത് കൂടാതെ മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവർ നിങ്ങളെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ മോക്ക് എക്സാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ക്ലാസ് ടെസ്റ്റും മോക്ക് എക്സാംസും കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ACCA ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഏകദേശം അവർക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. എല്ലാ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ACCA കുറിച്ച് മാത്രമല്ല മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള CA, CS, CMA, USA ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കൺവീനിയൻറ്റ് ടൈമിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ പേരൻസിനും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനായിട്ടും നമ്മൾ ട്രിപ്ലൈ ഒരു കാര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് കരിയർ കൗൺസിൽ സെഷൻസ്. വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സും ക്വയറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതിന് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ബുക്ക് ചെയ്യാനായിട്ട് അതിനുള്ള ലിങ്ക് നമ്മുടെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ബുക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ.